ഹലോ ഗൈസ് കാണാം. ഹലോ ഗൈസ്, പിന്നെ ദുബായുമായിട്ട്. ഹായ് ദുബായ്. ഹായ് ഹായ്. ഇംഗ്ലീഷ് പറയത്തുള്ളതെന്നാണ് പറയുന്നത്, കാരണം പണ്ട് വലിയൊരു ഇംഗ്ലീഷുകാരന്. നമുക്കിന്നതേ ഈ ടാബ് നിങ്ങൾ കണ്ടതേ ഇവൻ്റെയാണ്. നമ്മുടെ ബസ്സിൻ്റെ DJ സിസ്റ്റം ആണ്. ഇടക്കിടയൊക്കെ മിന്നി കത്തുന്നുണ്ട്. അപ്പോൾ ഈ മരിയൊന്നും കാണാൻ പറ്റത്തില്ല. ഞാൻ ചിലപ്പോൾ വീഡിയോ നിങ്ങൾക്ക് അത്രയും ക്ലിയർ കിട്ടത്തില്ല, കാരണം എൻ്റെ ഫോൺ നല്ല എടുക്കുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ വേറെ വീഡിയോ എടുത്തിട്ട് അതിനകത്തൊന്ന് എഡിച്ച് തരാൻ നിങ്ങൾക്ക് ഇടുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന വീഡിയോ ഒക്കെ വേറെ വേറെ ആയിരിക്കും. ക്ഷമിക്കണേ. താമസിക്കുന്നുണ്ടായിരുന്നു. അയാൾ കർഷകന്റെ ഗാർഡനിൽ നിന്ന് ആപ്പിളുകൾ വാങ്ങി അയാളുടെ ഫാക്ടറിയിൽ ആപ്പിളിന്റെ ജ്യൂസ് ഉണ്ടാക്കിയിരുന്നു. കഴിഞ്ഞ 2 വർഷമായി അയാൾ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ പിന്നെ കടയിൽ നിന്നും മേടിക്കും. പിന്നെ കടക്കാർ കഷ്ടങ്ങളിൽ നിന്നല്ലേ മേടിക്കുന്നത്. അയാൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഇത്ര വലിയ നഷ്ടം എങ്ങനെയാണ്. അയാൾ ഇക്കാര്യം മെഹുലിനോട് പറയും. അപ്പോൾ മെഹുൽ പറയുന്നു, ഈ മുഴുവൻ കാര്യവും എന്താണെന്നറിയാൻ എന്തോരാകാരം ഉണ്ടായാലും എന്ത് പറഞ്ഞാലും അപ്പുറത്തെങ്ങാനും വരും. അപ്പുറത്തെ വീട്ടിലെ പൂച്ച ഇപ്പുറത്തെ വീട്ടിൽ വന്ന മെഹുല് വരും. അല്ലെങ്കിൽ ഇപ്പൊ 2 മീറ്റർ അപ്പുറത്തുള്ള ഒരു കല്ല് തോട്ടിലോട്ട് വീണു, അപ്പം മെഹുല് വരും. ഇൻട്രസ്റ്റിങ്. എങ്ങനെ കല്ല് താഴെ വീണു. അന്ന് CCTV ഇടുന്നു, ഒരാവശ്യമൊന്നുമില്ല. അയാൾ തട്ടിയിട്ടാന്ന് മനസ്സിലാവും, ഒരു ബോധം പോലും ഇല്ല. ഇത് കണ്ടത് ഒരു നഷ്ടത്തിലാണ്. ആണെങ്കിൽ പുതിയ കമ്പനി ചാട്ടപ്പി അങ്ങനെ സ്ഥലം ഓൺലൈൻ മെഹുലിനെ വിളിച്ചു പറയും. മെഹുലിന്റെ മോൻ തോന്നുന്നു ഒരു പോട്ടറിരിക്കുന്നു. നോക്കേണ്ടി വരും. ഈ ഒരു കാരണം കൊണ്ട് കാശ്മീരിലെ ആപ്പിളും കഴിക്കാം. മെഹുൽ കാശ്മീരിൽ എത്തിച്ചേരുന്നു. മെഹുലിന്റെ സുഹൃത്തിന്റെ ഫാക്ടറിയുടെ പേര് ഗൗരവ് ഇൻഡസ്ട്രീസ് എന്നാണ്. മെഹുൽ പേപ്പറിൽ അഡ്രസ് എഴുതി ജനങ്ങളോട് ചോദിക്കുകയായിരുന്നു. ലൊക്കേഷൻ എല്ലാം അറിയാം, പക്ഷേ ലൊക്കേഷനെല്ലാം അറിയാം, പക്ഷേ ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല. അതുകൊണ്ട് എനിക്ക് അഡ്രസ് പറയാൻ കഴിയില്ല. ചിന്തിക്കൂ ലോജിക്കലാണ്. ഇപ്പോൾ മെഹുൽ എന്താണ് ചെയ്യുക? എങ്ങനെയാണ് ഫാക്ടറി അന്വേഷിക്കുക? ചിന്തിക്കൂ. ഗൂഗിൾ മാപ്പ് വയ്ക്കും. ഫോണുണ്ട് വച്ചാനെ, ഗൂഗിൾ മാപ്പ് കൊണ്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അവൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കും, മനസ്സിലാക്കും. പെൺകുട്ടിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല, പക്ഷെ മെഹുലിനെ അറിയാം. മെഹുൽ എഴുതിയത് ഹിന്ദിയിൽ വായിച്ച പെൺകുട്ടിയോട് ഗൗരവ് ഇൻഡസ്ട്രീസിനെ കുറിച്ച് ചോദിക്കുന്നു. പിന്നെ തന്റെ സുഹൃത്തിന്റെ ഫാക്ടറി 2ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ഫ്ലെയിലായിരുന്നു. അത് 3 തൊട്ട് സപ്ലൈ എഴുതിയിരിക്കുന്നു. മെഹുൽ തന്റെ സുഹൃത്തിനോട് പറയുന്നു, ഫാക്ടറിക്കുള്ളിൽ നടക്കുന്നതിന്റെ സത്യങ്ങൾ അറിയണമെങ്കിൽ എനിക്ക് അവിടെ ക്ലർക്കിന്റെയോ ഡ്രൈവറുടെയോ ജോലി തരണം. പിറ്റേ ദിവസം മുതൽ മെഹുൽ ക്ലർക്കായി തന്റെ ഡ്യൂട്ടിക്ക് പോകും. അയാൾ ഓഫീസിലെ സിറ്റുവേഷൻ കണ്ട് മനസ്സിലാക്കുന്നു അവിടെ എന്താണ് നടക്കുന്നത്. എന്താ താങ്കൾക്ക് പറയാൻ പറ്റുമോ മെഹുൽ അങ്ങനെ എന്താണ് കണ്ടതെന്ന്? അവരാണ് വർക്ക് ചെയ്യുന്നത്. ഓഫീസിൽ ഡ്യൂട്ടി സമയത്ത് എല്ലാവരും ടൈം പാസ് ചെയ്യുകയാണ്. ചിലർ ഭക്ഷണം കഴിക്കുന്നു, ചിലരാകട്ടെ മൊബൈലിൽ ആരോടോ സംസാരിക്കും, ചിലർ കൂർക്കം വലിച്ചുറങ്ങുന്നു. മെഹുൽ അവിടെയുള്ള മാനേജറുടെ അടുത്തേക്ക് പോകും. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സർ, നമ്മുടെ ഓഫീസിൽ വളരെ കണ്ടോ, ഒരു ദിവസത്തേക്ക് അവൻ ജോലിക്കാരനായപ്പോ അവൻ ആ സ്ഥലം മൊത്തം മേടിച്ചെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കൊണ്ട് മൈൻഡ് ചെയ്യില്ല, കാരണം ഞാൻ വീഡിയോ എടുക്കുന്ന സ്ഥലമല്ല. ഞാൻ വീഡിയോ എടുക്കുന്നത് ആ ടേബിളിൻ്റെ അവിടെ. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ഈ കുന്തിരാണ്ടത്തിനെ ഉണ്ടെങ്കിൽ ഈ നിങ്ങൾ നോക്കണ്ട. ഞാൻ അനിയൻ കിടക്കുന്നതൊക്കെ എല്ലാം കൂടെ ചേർത്ത് വെച്ചേക്കുന്നത്. ഞാൻ അവിടെ ഇരുതേ ആ ടേബിളിൻ്റെ ഉണ്ടെങ്കിലുണ്ട് ചെയ്തോണ്ടിരുന്നത്. അധികം ഗെയിമിംഗ് ഒക്കെ ഞാൻ അവിടെ നിന്ന് ചെയ്തോണ്ടിരുന്നത്. പിന്നെ ബ്ലോഗിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ ഇപ്പോഴും ഇവനും കൂടെ ഉള്ളതാണ്. അവിടെ പിന്നെ ഒരാൾക്ക് ഇരിക്കാനുള്ള സീറ്റേ ഉള്ളൂ. കേട്ടല്ലോ, നടക്കാം. പറഞ്ഞു, നീ നിന്റെ കാര്യം ചെയ്യും, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ജോലിയിൽ നിന്ന് പുറത്താക്കും. മെഹുലിന് ഒരു കാര്യം മനസ്സിലായി, ഇവിടെ എല്ലാവരും ഉത്തരവാദിത്തമില്ലാതെയാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴും ഫാക്ടറി നഷ്ടത്തിലാകാനുള്ള കാരണം പ്രതികാരം തീർക്കാൻ വേണ്ടി അവൻ പറയാ, നീ നിന്റെ ജോലി ഇതിനായി മെഹുൽ രാത്രിയിൽ ഒളിച്ച് ഫാക്ടറിയുടെ അകത്തേക്ക് കിടക്കും. അവിടെയുള്ള എല്ലാ തൊഴിലാളികളുടെയും ഫയൽ നോക്കും. അയാൾ അത് കണ്ട് ശരിക്കും ആശ്ചര്യപ്പെടും. എന്താ താങ്കൾക്ക് ഈ ഫയൽ നോക്കി പറയാൻ കഴിയുമോ മെഹുൽ അങ്ങനെ എന്താണ് കണ്ടതെന്ന്? ചിന്തിക്കൂ ലോജിക്കലാമി. അയാൾ അത് കണ്ട് ശരിക്കും ആശ്ചര്യപ്പെടും. എന്താ താങ്കൾക്ക് ഈ ഫയൽ നോക്കി പറയാൻ കഴിയുമോ മെഹുൽ അങ്ങനെ എന്താണ് കണ്ടത്? നെയിം സൈൻ ഇട്ട് വെച്ചേക്കുന്നു.
ഇവൻ നെയ്യ് ഇവിടെ സൈൻ ഇട്ട് വെച്ചേക്കുന്നു, അതായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം. പേരെങ്ങനെ മനസ്സിലാക്കും? പ്രൊഫഷണൽ ഡീറ്റെയിൽ ഡേറ്റ് ഓഫ് ബർത്ത് പഠിപ്പിയാണ് വെച്ചാൽ എഡ്യൂക്കേഷൻ 10th ഫെയിലാ മച്ചാൻ. വേണ്ട, അപ്പൊ ഇത് തന്നെ മെയിൻ കാര്യം. അപ്പൊ ഇവിടുത്തെ പോസ്റ്റിംഗും തെറ്റാ. മാനേജർ അവിടെ കണ്ടത് 10ാം ക്ലാസ് തോറ്റ ഒരു വ്യക്തിയാണ് മാനേജറുടെ പോസ്റ്റിൽ ജോയിൻ ചെയ്യുന്നതെന്നാണ്. ഇതിനർത്ഥം ഇവിടെ പോസ്റ്റിംഗ് ഞാൻ ലോജിക്കൽ ആർമി അല്ല, AIB ടോക്സ്. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ബെല്ലൈക്കണം. നിങ്ങൾ 5 നിമിഷം എനിക്ക് വേണ്ടി മാറ്റി വെച്ചാൽ മതി. അവിടെ കണ്ടത് 10ാം ക്ലാസ് തോറ്റ ഒരു വ്യക്തിയാണ് മാനേജറുടെ പോസ്റ്റിൽ ജോലി ചെയ്യുന്നതെന്നാണ്. ഇതിനർത്ഥം ഇവിടെ പോസ്റ്റിങ്ങിനും ഒരുപാട് അഴിമതി നടക്കുന്നുണ്ടെന്ന്. അടുത്ത ദിവസം മെഹുൽ 10ാം ക്ലാസ് തോറ്റ ആ വ്യക്തിയെ തനിച്ചാണ്. എന്നിട്ട് അവരോട് പറയുന്നു, നീ ജോലിക്കാർക്കനല്ലെന്ന്, എന്നിട്ടും നീ ഇവിടെ ജോലി ചെയ്യും. സത്യം പറയും, നിനക്ക് ഈ ജോലി ആരാണ് തന്നത്? അപ്പോൾ ആ വ്യക്തി ഇവിടെയുള്ള ഒരു സീനിയർ മാനേജർ എന്നോട് 50,000 രൂപ വാങ്ങിച്ചു. അതിനു പകരമായി എനിക്ക് മാനേജറുടെ ജോലിയും തന്നു. ഇതുകൂടാതെ ഇവിടെയുള്ള കുറച്ചാള് 50,000 രൂപ മേടിച്ചു. ഒരു മാനേജർ പോസ്റ്റിന് തന്നെ 50,000 രൂപ മാസം ശമ്പളവും. അങ്ങനിപ്പോ 2 മാസം കൊണ്ട് അവനിപ്പോ കോടീശ്വരന്. അവിടെ മുട്ടയൊക്കെ അടിച്ചൊരു മാതിരി ആൻഡ്രൂ ടൈക്കിനെ കണക്കാ. ഇത് കണ്ടിരിക്കുന്നുണ്ടോ? പിന്നെ നിങ്ങൾ ഈ ബറായിട്ട് കാണുന്നുണ്ടോ? മിന്നല്ലേ ഭയങ്കര. ഞായറാഴ്ച രാത്രി ഇവിടെ ഫാക്ടറി തുറക്കുന്നുണ്ടെന്ന്, ഇവിടെ നിന്ന് ചരക്ക് ട്രക്കിൽ കയറ്റുന്നുണ്ട്. എന്തിനാണെന്ന് മെഹുൽ സത്യം മനസ്സിലാക്കാൻ ഞായറാഴ്ചയ്ക്കായി കാത്തിരിക്കുന്നു. അവൻ നിന്ന് ഞായറാഴ്ച ഞായറാഴ്ചയ്ക്കായി കാത്തിരിക്കുന്നു. രാത്രി ആയതോടെ അയാൾ ഫാക്ടറിയിൽ വിളിക്കുന്നു. രാത്രി ഏകദേശം 12 മണി കഴിഞ്ഞപ്പോൾ അവിടേക്ക് ട്രക്കുകൾ വരും. പിന്നെ 10-15 ആളുകളും വരും. മെഹുൽ ട്രക്കുകൾ നോക്കി മനസ്സിലാക്കുന്നു, ഈ ട്രക്കുകൾ ഇവിടെ ഉള്ളതല്ല, മറിച്ച് മറ്റൊരു മച്ചാൻ ഇവിടെ UP കൊടുത്തിരിക്കുന്നത്. ഇവിടെ UP കൊടുത്തിരിക്കുന്നത്, നമ്പർ പ്ലേറ്റ്. ഇതെങ്ങനെ മനസ്സിലാക്കി ഈ ട്രക്ക് മറ്റൊരു സംസ്ഥാനത്തിലേതാണെന്ന്? ചിന്തിക്കൂ ലോജിക്കൽ ആർമി. അത് ട്രക്കുകളുടെ നമ്പർ പ്ലേറ്റ് നോക്കിയാണ് മനസ്സിലാക്കിയത്. ട്രക്കുകൾ ഇവിടെയുള്ളതല്ല, മറിച്ച് UPയിലേതാണെന്ന്. ഒരുപാട് ആപ്പിളുകൾ അവിടെ ട്രക്കുകളിൽ നിറയ്ക്കുന്നതായാണ് മെഹുലിന് മനസ്സിലാകുന്നു. ഇതുകൊണ്ടാണ് അയാളുടെ ഫ്രണ്ടിന് നഷ്ടം സംഭവിക്കുന്നതെന്ന്. മെഹുൽ അവസരം മുതലെടുത്ത് ഒരു ട്രക്കിൽ പോയി ഒളിച്ചിരിക്കുന്നു. മെഹുൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ കൊണ്ട് സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി സ്പേസ് മാറ്റി വെച്ചിട്ട് അവിടെ കഥ അടയ്ക്കാൻ ഏത് മണ്ടരം മനസ്സിലാവും. ഇവിടെ ഉള്ള എല്ലാവരും ഇങ്ങനെ നോക്കി സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ അടയ്ക്കാനേ വേണം. ആലിയെ കോൾ ചെയ്ത് ട്രാക്ക് ചെയ്യാനും പറയും. പിന്നെ കേസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായി തന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകും. ഇവിടെ എനിക്ക് കണ്ടുകൂടാ. ഞാൻ ഇവന്റെ വീഡിയോ കാണുമ്പോഴാണ് പിന്നെ കേസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായി തന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകും. കുറച്ചു സമയത്തിന് ശേഷം ട്രക്ക് മുഴുവൻ നിറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോകും. 30-40 മണിക്കൂറുകൾ പോയതിനു ശേഷം ട്രക്ക് ഒരു വലിയ പട്ടണത്തിലേക്ക് പ്രവേശിക്കും. ആലിയ ട്രക്കിന്റെ ലൊക്കേഷൻ കണ്ട് ശരിക്കും ഷോക്കാകും. എന്താ ലോജിക്കൽ ആർമി? ആലിയ ട്രക്കിന്റെ ലൊക്കേഷൻ കണ്ട് എന്തിനാണ് പഠിക്കാൻ കുഴപ്പമില്ല. ഇതിനകത്ത് UP കൊടുത്തിരിക്കുന്നു, ഉത്തർപ്രദേശ്. അവൻ നേരെ ചെന്നത് മുംബൈയിലോട്ട്. അതിനൊരു പിന്നെ 10-30 മണിക്കൂർ ആ മെഹുൽ ഫുഡ് ആപ്പിളും കഴിച്ചോണ്ട് അവിടെ ഇരിക്കുക. അവന് വിശക്കൊന്നുമില്ലായിരിക്കും. അവൻ വണ്ടിക്കകത്ത് 30-40 മണിക്കൂർ ആപ്പിളും കഴിച്ചോണ്ടിരിക്കുന്നു. ഇനി വയ്യ. അവർ ചെന്നപ്പോഴത്തേക്ക് ആപ്പിള് എലി കഴിഞ്ഞ് വെച്ചേക്കും. എന്താ താങ്കൾക്ക് മാപ്പ് നോക്കി പറയാൻ പറ്റുമോ ട്രക്ക് ഏത് സിറ്റിയിലാണ് പ്രവേശിക്കുന്നതെന്ന്? ചിന്തിക്കൂ ലോജിക്കൽ ആർമി. കാണാലോ, താങ്കൾക്ക് ഇന്ത്യയുടെ മാപ്പിനെ കുറിച്ച് എന്തറിയാമെന്ന്? സ്ഥലങ്ങളുണ്ട്. ഇത് മുംബൈയുടെ
ഇത് മുംബൈയുടെ മാപ്പാണ്. അറേബ്യൻ സീയുമായി കണക്ട് ആകുന്നത് മുംബൈയിലാണ്. ഇതിനർത്ഥം ട്രക്ക് കശ്മീരിൽ നിന്ന് നേരെ മുംബൈയിലേക്കാണ് വന്നത്. ആലിയയുടെ അഞ്ച് ട്രക്കുകളും ഒരു താഴ്ചയിലേക്ക് പോയി നിർത്തുന്നു. ട്രക്കിൽ നിന്ന് ആപ്പിളുകൾ കാലിയാക്കും. പിന്നെ ട്രക്ക് അവിടെ നിന്നും തിരിച്ചു പോകും. ആലിയ ഗോഡൌണിന് പുറത്ത് ഒരു മാനേജറിനെ കാണും. ആലിയ അയാളോട് ചോദിക്കുന്നു, സത്യം പറയും, മോഷണം മുതൽ ഇവിടെ എന്തിനാണ് ഇറക്കിയത്? ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ അറിയിക്കും. അപ്പോൾ മാനേജർ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, ഞാൻ ഇവിടെ വെറും ഒരു മാനേജർ മാത്രമാണ്. മാനേജർ മാത്രമാണ്. ഇനി 8ാം ക്ലാസ് വേണ മാനേജർ ആയിരിക്കും. ഇനി ശബ്ദം കിട്ടും. ഈ ചരക്ക് എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു? ഈ ചരക്ക് മുതലാളിയായ ഖന്നാ സാഹിബിനാണ് അറിയുക. ആലിയ ആ മാനേജറോട് ഖന്നാ സാഹിബിന്റെ അഡ്രസ് എഴുതി വാങ്ങി രാത്രി തന്നെ മുതലാളിയായ ഖന്നാ കന്യാ സാഹിബിനാണ് സാർ അറിയുക. ആലിയ മറ്റേ ആ മറ്റേ മാനേജറോട് ഹണി പണ്ടിക്ക് ഖന്നാ കല്യാണം സാഹിബിന്റെ ഉണ്ടല്ലോ. അഡ്രസ് എഴുതി വാങ്ങി മറ്റേ രാത്രി തന്നെ ഖന്നാ പിക്കപ്പിലും സാഹിബിന്റെ പറയുന്നത്, എന്റെ വീട്ടിലുണ്ട് പാത്രം, നിന്റെ വീട്ടിലുണ്ട് ചാത്രം, എന്റെ ചോദ്യം പാത്രം. വീട്ടിലെത്തുന്നു. ഖന്നാ സാഹിബിന്റെ വീടിന് പുറത്ത് ഒരു വലിയ പട്ടിയെ കാറിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. കന്യാ സാർ ആലിയെ കണ്ട് കിറ്റ് ചെയ്യാണ്. ഇതിനകത്ത് പൂപ്പിയാണ്. ആ പട്ടി കുരയ്ക്കുന്നു. ആലിയ തന്റെ ബാഗിൽ നിന്ന് ബിസ്ക്കറ്റ് എടുത്ത് പട്ടിയുടെ മുന്നിലേക്ക് എറിയും. പട്ടി ബിസ്ക്കറ്റ് തിന്നാൻ തുടങ്ങിയതും ആ തക്ക മുതലെടുത്ത് ആലിയ വീടിനകത്തേക്ക് കിടക്കുന്നു. ആലിയ വാതിലിൽ ഒരുപാട് തവണ ബെല്ലടിക്കുന്നു. അത് അറിയുന്നുണ്ടോ? പട്ടി ഇങ്ങനെ ബിസ്ക്കറ്റ് പക്ഷെ വാതിൽ ആരും തുറന്നില്ല. ആലിയ അടുത്ത് തന്നെ ഒരു മരം കാണും. അത് നേരെ വീടിന്റെ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. ആലിയ തന്റെ ബാഗിൽ നിന്ന് ഒരു കയറെടുത്ത് പിന്നെ അതിന്റെ സഹായത്താൽ മരത്തിൽ ഇത് ആലിയല്ല, ഡോറയാ. കാരണം ഡോറയുടെ ബാഗിലേ ഉണ്ട് കയറേ, ബിസ്ക്കറ്റ്, ഏണി. ചിലപ്പോൾ ബാഗ് ഇത്ര ഉള്ളെങ്കിലും സംഭവം ഇത്ര ആയിരിക്കും. ചിലപ്പോൾ വല്ല ടിപ്പർ ലോറിയാണ് കയറ്റി വെച്ചേക്കുന്നത് ആ ബാഗിനകത്ത്. ഇത് ആലിയ അല്ലെ ഇത് ഡോറ. കറക്റ്റ് ഡോറ 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 നിന്റെ പേരെന്താ? രുചിയായിരിക്കും മറ്റേ. നിന്റെ പേരെന്താ? നിനക്ക് എത്ര വയസ്സായി? താങ്കൾക്ക് പറയാൻ പറ്റുമോ ആലിയയ്ക്ക് ഏത് റൂമിലാണ് പോകേണ്ടതെന്ന്? എ, ബി, സി അതോ ഡിയോ? ഒബ്വിയസ്ലി ഖന്നാ എനിക്ക് കമന്റായി പറഞ്ഞുതരും. സീലോട്ട് ഇവന്മാരെ കിടന്ന് ഉറങ്ങും. പക്ഷെ ഇവന്റെ ഭാര്യ കിടക്കുന്നുണ്ടോ അറ്റത്ത് ഇങ്ങനെ ഭാര്യ മത്തി വറക്കട്ടാണ്. സീലോട്ട് അത് സി റൂമാണ്. ആലിയ റൂം സിയിൽ പ്രവേശിച്ച് ഖന്നാ സാഹിബിനെ ഉണർത്തും. പിന്നെ അദ്ദേഹത്തോട് ആപ്പിളിനെ കുറിച്ച് ചോദിക്കും. അപ്പോൾ ഖന്നാ സാഹിബ് ആലിയയോട് പറയുന്നു, ഗൗരവ് ഇൻഡസ്ട്രീസിന്റെ മാനേജർ. അപ്പോൾ ഖന്നാ സാഹിബ് ആലിയ രാത്രി എണ്ണീക്കുന്നുണ്ട്. ഞാൻ വല്ല രാത്രി ഉറങ്ങുന്ന സമയത്ത് വല്ല ഫ്രണ്ട് ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ബോധം കാണത്തില്ല. ചിലപ്പോൾ ഇപ്പം നിങ്ങൾക്ക് അറിയാമോ, ഇപ്പം ഞാൻ അമ്മ വീട്ടിൽ പോയി കിടക്കുവാണെങ്കിൽ രാത്രി എണ്ണീക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ കിടക്കാനൊക്കെ തോന്നുന്നു. എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ. രാത്രി ആരെന്നെ എണ്ണീപ്പിച്ചാൽ എനിക്ക് ഉണ്ടല്ലോ എനിക്കൊരു ബോധവും ഇല്ല. ഞാൻ എന്തോ പറയുക കിളിയാനാ ഞാൻ 7 ഉറക്കത്തിൽ. ചിലപ്പോൾ ഞാൻ ഈയിടെ 2022 എനിക്കിപ്പോൾ വേൾഡ് കപ്പിൽ വന്നാന്ന് തോന്നുന്നു. ഞാൻ മെസ്സി വേൾഡ് കപ്പ് നോക്കിയിട്ട് മതി എനിക്കൊന്നും ഫുഡൊന്നും പറയാൻ കിടന്ന് ഉറങ്ങി. രാവിലെ എണ്ണീറ്റപ്പോഴേക്ക് മെസ്സി വേൾഡ് കപ്പ് വെക്കുന്നുണ്ട്. ഞാൻ കേട്ടാ എന്താ പറയാമോ, ക്രിസ്ത്യാനോടെ രാജിവെച്ചിരുന്നു. ഞാൻ അത്ര നിങ്ങൾക്ക് ബോധമില്ല, കളത്തര പറയാം. സത്യം പറയാം. ഞാൻ ഇങ്ങനെയൊക്കെ ഞാൻ പാട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും ആപ്പിൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. വേറൊരിടത്ത് നിന്ന് വാങ്ങുമ്പോൾ ആപ്പിൾ ഏകദേശം 50 ലക്ഷം ആവും. പക്ഷേ ഗൗരവ് ഇൻഡസ്ട്രീസ് അവരുടെ ചരക്ക് എനിക്ക് 30 ലക്ഷത്തിന് തരുന്നുണ്ട്. അവർ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല. ആലിയ ഈ ഇൻഫർമേഷൻ എല്ലാം മെഹുലിന് കൊടുക്കും. മെഹുൽ പെട്ടെന്ന് തന്നെ ഗൗരവ് ഇൻഡസ്ട്രീസ് 50 ലക്ഷം ലാഭമുണ്ട്. 20 ലക്ഷം രൂപയുടെ ലാഭമുണ്ട് നമുക്ക്. ലാഭം കുറയ്ക്കാൻ വേണ്ടിയാണ് ഇവൻ അങ്ങോട്ട് പോയത്. അവൻ ലാഭം കുറയുന്നതനുസരിച്ച് ബിസിനസ് കൂടുമല്ലോ, അതിനായിരിക്കും. പക്ഷെ ബിസിനസ് 8 നേരം ഫ്ലോപ്പാണ്. ഇവിടെ ആണെങ്കിൽ ഇവിടെ നമ്മളൊക്കെ ഉണ്ടല്ലോ, ഇവിടെ എന്ത് പറയണത്, ഇവിടെ ഒരു ആപ്പിളിന് ഓഫീസിലേക്ക് മാനേജറുടെ മുറിയിലേക്ക് പോകുന്നു. പക്ഷെ അവിടെ ആരും തന്നെ ഗൗരവ് ഇൻഡസ്ട്രീസ് കുറച്ചു നേരം മുന്നേ ആയിരുന്നു ബ്രൗൺ കളറായിരുന്നു. മാത്രമല്ല നമ്മൾ കുറച്ചു നേരം മുന്നേ ഉണ്ടായിരുന്നു മഞ്ഞൊന്നുമില്ല. 10 ദിവസം കൊണ്ട് മഞ്ഞ ചോദിക്കുന്നു, മാനേജർ എവിടെയാണ്? അപ്പോൾ ഒരു വ്യക്തി പറയുന്നു, കഴിഞ്ഞ 2 വർഷമായി ആപ്പിൾ കച്ചവടക്കാർക്ക് കച്ചവടത്തിൽ ഒരു ലാഭം ഉണ്ടാക്കാനായിട്ടില്ല. അതുകൊണ്ട് പട്ടണത്തിലുള്ള എല്ലാ കർഷകരും ഇന്ന് ഹർത്താൽ നടത്തുകയാണ്. മാനേജർ സർ ഹർത്താൽ പേടിച്ച് ഇന്ന് ഓഫീസിലും വന്നിട്ടില്ല. ഹർത്താലല്ല, നിന്നെ മണ്ടേ ഛർദ്ദിക്കാൻ വന്നെങ്കിലല്ല. ചിലപ്പോൾ പേടിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ കേരളക്കാരെ അറിയേണ്ട ആവശ്യമില്ല. ഇപ്പം കേരളക്കാരുടെ സ്ഥിതിയൊക്കെ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്.
എന്ത് ഈയിടെ നിങ്ങൾ റേപ്പിംഗ് ലോജിക്കൽ ആർമി ആദ്യം 100 ആപ്പിൾ 300 രൂപയ്ക്കാണുള്ളത്. ഇപ്പോൾ 13 ആപ്പിളിന് 39 രൂപയാണ്. എന്താ താങ്കൾക്ക് പറയാൻ പറ്റുമോ ആപ്പിളിന്റെ റേറ്റ് സെയിം ആണോ അതോ വ്യത്യാസമുണ്ടോ എന്ന്? ചിന്തിക്കൂ. ആപ്പിളിന്റെ റേറ്റ് സെയിം ആണോ അതോ വ്യത്യാസമുണ്ടോ എന്ന് ചിന്തിക്കൂ. എനിക്ക് മാച്ച് സെയിം അല്ല 39 100 ആപ്പിളിന് 300 രൂപയാണ്. അങ്ങനെയെങ്കിൽ ഒന്നിന് 3 രൂപ. 13 ആപ്പിൾ 39 രൂപയ്ക്കാണ്. ഒരാപ്പിളിന് 3 രൂപയായിരിക്കാം. ഇതിനർത്ഥം റേറ്റ് സെയിം ആണെന്നാണ്. ഇതിനുശേഷം മെഹുൽ വേഗം മാനേജറുടെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് മാനേജർ ഒരു പാർട്ടിയിലാണുള്ളത്. മാനേജറോട് പാർട്ടിയല്ലേ? പിന്നെ നമ്മുടെ ഇവിടെ എന്ത് ചെയ്യണം, നമ്മളിവിടെ ഹർത്താൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹർത്താൽ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു വാഹനങ്ങളും പുറത്തിറങ്ങത്തില്ല കേരളയിൽ. മാത്രമല്ല പാർട്ടിയും അവന് പോകാൻ ഒരു കുഴപ്പമില്ല. പിന്നെ അവന് ഓഫീസിൽ ഇരിക്കുന്നതിനാ കുഴപ്പം. സുഹൃത്തിനോട് പറയുന്നു, 2 വർഷമായി നിങ്ങളുടെ മാനേജർ ഗോഡൌണിൽ നിന്ന് ലക്ഷങ്ങളുടെ ആപ്പിളുകൾ മോഷ്ടിച്ച് വിൽക്കുകയാണ്. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചത്. മെഹുലിന്റെ സുഹൃത്ത് അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ച് മാനേജറെ